ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള അരിക്കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അരിയാണ്. ഞാനിവിടെ മട്ടയരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഉണക്കലരിയിലെ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ അരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 250 ഗ്രാം മട്ടയരിയാണ് എടുത്തിട്ടുള്ളത്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് തികച്ചില്ല കേട്ടോ, കുറച്ച് കുറവുണ്ട് 1.5 കപ്പിന്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ അരി ഞാൻ കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. രാവിലെയാണ് കുതിർക്കാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഇത് തുറന്ന് നോക്കുന്നത്. അരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം. അതിനായിട്ട് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ അരിയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു വെള്ളം നനവുണ്ട് അരിക്ക്, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അതിനായിട്ട് അരി നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ അരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. തരിതരിയായിട്ടാണ് പൊടിച്ചിട്ടെടുക്കേണ്ടത്. അപ്പോൾ ദാ അരി ഞാൻ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇതുപോലെ വേണം പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തരിതരിയായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം പൊടിച്ചിട്ടെടുക്കാൻ. ഇനി ഈ ഒരു പൊടിയിൽ നിന്നും പകുതി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു മിക്സീൻ്റെ ജാറ് അത്ര വലിപ്പം ഇല്ലാത്തതുകൊണ്ടാണ് പകുതി മാറ്റി വെച്ചിട്ടുള്ളത്. വലിപ്പമൊക്കെയുള്ള ജാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാറിൽ തന്നെ ബാക്കിയുള്ളതും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പകുതി പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി പൊടിയിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. തേങ്ങ കുറച്ചുകൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ നമ്മുടെ പലഹാരത്തിന്. തേങ്ങയ്ക്കിപ്പം നല്ല വിലയാണ്. അപ്പോൾ കൈവശം ഉള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങേൻ്റെ പകുതിയാണ് ഞാനിപ്പം ഈ ഒരു മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം ചേർക്കേണ്ട കേട്ടോ. ആ ഒരു തേങ്ങയുടെ ആ ഒരു വെള്ളപ്പറ്റിൽ ഇതൊന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആദ്യം ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അരച്ച് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉരുട്ടിയിട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല ഇതങ്ങ് അരഞ്ഞൊന്നും പോകരുത്. ചെറിയൊരു തരിതരിപ്പ് വേണം. നമ്മുടെ കൈ വെച്ചിട്ട് ഇത് ഉരുട്ടാൻ പാകത്തിനുള്ള മയത്തിൽ വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ മയത്തിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടുള്ളത്. നമ്മൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുളയാക്കിയിട്ട് നോക്കുമ്പോൾ ഉരുട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. എന്നാൽ ഇതിൽ വെള്ള നനവും കാണണം കേട്ടോ. ആ ഒരു പരുവമാണ് വേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു അരി പൊടിച്ചതും അതുപോലെ തന്നെ തേങ്ങയും പിന്നീട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇത് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മിക്സിയുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ചിട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതും ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ഏകദേശം 1/2 കപ്പ് അടുപ്പിച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ. അപ്പം എല്ലാവർക്കും ഈ ഒരളവ് ആയിരിക്കണം എന്നില്ല. നമ്മളെടുക്കുന്ന തേങ്ങയുടെ വെള്ള നനവിൻ്റെയും അരിയുടെ വെള്ള നനവിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ, കുറഞ്ഞും പോകരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. എല്ലാ ഭാഗത്തും ഉപ്പ് എത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള കടായി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്.
ഇനി ഇതിലേക്ക് 7 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതങ്ങ് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. തീരെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കേണ്ട, എന്നാൽ ഒത്തിരി വലിപ്പത്തിലും ആക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ. ഈ ഒരു രീതിക്ക് ഈ ഒരു വലിപ്പത്തിൽ ആക്കിയിട്ട് എടുക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉരുളകളെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ വലിപ്പമുള്ള 21 എണ്ണമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട വശം തന്നെ ഇളക്കാനൊന്നും നിൽക്കരുത്. കുറച്ച് സമയം ഇതിങ്ങനെ തന്നെ വിട്ടേക്കുക. ഇപ്പം നമ്മൾ ഇളക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയും ഒന്നും കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് കുക്കായിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വെള്ളത്തിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഉരുളയിൽ നിന്ന് ഉപ്പ് ഇറങ്ങും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അരിക്കൊഴുക്കട്ടയൊക്കെ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളമൊക്കെ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അപ്പം നമുക്ക് എത്രത്തോളം വേണം, അതായത് തിക്നെസ് ലൂസൊക്കെ എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്തിട്ട് കഴിക്കാം, തേങ്ങാപ്പാൽ ചേർക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. എനിക്ക് ഈ ഒരു ടേസ്റ്റിൽ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. നമ്മളിൽ പലർക്കും ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു വെള്ളം തന്നെ കുടിക്കാൻ എന്ത് ടേസ്റ്റ് ആണെന്നറിയാവോ. ഈ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഈ ഉരുള ആവിയിൽ പുഴുങ്ങിയിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അങ്ങനെയും തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ പലഹാരം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള വെറും 3 ചേരുവകൾ മാത്രം മതിയല്ലോ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതുപോലുള്ള നാടൻ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു കുഴക്കട്ട ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ലൊരു സ്വാദാണ് കേട്ടോ ഇതിന്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.